ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണാനാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് 1001 നമുക്ക് തന്നിരിക്കുന്നത് 1001 ആണ്. നമുക്കറിയാം നമ്പറുകൾക്ക് ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ സീറോസ് ഇവർ സിഗ്നിഫിക്കൻ്റ് ആണ്. അവർ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്തായാലും നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. അതായത് എയുടെ ആൻസർ 4 ആയിരിക്കണം. എയുടെ ആൻസർ 4 ആയിരിക്കണം. എയുടെ ആൻസർ 4 ആവുന്നത് ഓപ്ഷൻ 2. എയുടെ ആൻസർ 4 ആയിരിക്കണം. എന്ന് വെച്ചാൽ 4 എന്ന് പറയുന്നത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കണം. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് 2 ആണ്. ഓപ്ഷൻ 2 ആണ്. അങ്ങനെ വരുന്ന ഒരൊറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ 3. അപ്പം തന്നെ ആൻസറായി. വളരെ ഈസി ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാമായിരുന്നു. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അടുത്തത് വരുന്നത് എത്രയാണ്? ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് 010.1. ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ കാണുന്ന 0 നമുക്കറിയാം. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട്. അപ്പോൾ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷെ ട്രാപ്ഡ് സീറോസ് എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ട്രാപ്ഡ് സീറോസ് എന്ന് വെച്ചാൽ സീറോസ് ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ്. അതായത് ഈ ഇവൻ സിഗ്നിഫിക്കൻ്റ് ആണ്. യെസ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3. അപ്പോൾ ഇവൻ്റേത് നമുക്ക് ഇത് കിട്ടി. അടുത്ത ബിയുടേത് ഇത് കിട്ടി. ബിയുടേത് 1 ആണ്. യെസ്, 1 ആണ്. പക്ക. അടുത്തതിലേക്ക് പോകാം. ഓപ്ഷൻ സി എത്ര തന്നിരിക്കുന്നത്? 100.100. ഞാൻ പറഞ്ഞ പോലെ ഇത് ട്രാപ്ഡ്. ഞാൻ അങ്ങനെ പണ്ട് പഠിച്ചു വെച്ചത് ട്രാപ്ഡ്, അതായത് നമ്പേഴ്സിന് ഇടയ്ക്കുള്ളത്. അവൻ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. യെസ്, ആക്ച്വലി ഇവര് പോയിന്റിന് ശേഷമാണ് അല്ലെ, ഒരു ഡെസിമലിന് ശേഷം വന്നിരിക്കുന്ന സീറോസ് ആണ്. സോ ഒബ്വിയസ്ലി അവരും സിഗ്നിഫിക്കൻ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വരും? 1 2 3 4 5 6. ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 6. ഡെസിമൽ വന്നതുകൊണ്ടാണ് ലാസ്റ്റ് സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയത്. ഓർത്തു വെക്കണം, മറന്നു പോകരുത്. അപ്പോൾ അതും ക്ലിയർ ആണ്. ഡി. അപ്പോൾ അത് ഏതാണ്? C6 ആണ്. സോ 5 3 എന്ന് പറയുന്നത് 4 ആണ്. 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ. ഓപ്ഷനും ഡെസിമലും ഇതെല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുതേ. അടുത്ത ഓപ്ഷൻ ഡി എത്ര തന്നിരിക്കുന്നത്? 0.0010010. ഇത് കൺഫ്യൂസിങ് ആണ്, പ്രശ്നം വരും. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഇവിടെ ഡെസിമൽ വന്നതിന് ശേഷം വന്ന ഈ സീറോസ് ഡെസിമൽ വന്നതിന് ശേഷം വന്ന ഈ നമ്പർ നമ്മൾ ഇതാക്കി. അപ്പൊ ഉടനെ ചിലർ ഈ ഡെസിമൽ വന്നതിന് ശേഷമുള്ളത് എടുക്കത്തില്ല. എന്താ കാര്യം? അത് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. അതുകൊണ്ട് തെറ്റിക്കരുത്. അത് ഇവര് 3 പേര്, ഈ ആദ്യത്തെ 3 പേര് വരത്തില്ല, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല. ഇനി ഈ 2 പേര് യെസ്, ആ 2 സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. കാര്യം എന്താ? ട്രാപ്ഡ് ആണ്, നമ്പേഴ്സിന് ഇൻ ബിറ്റ്വീൻ ആണ്. ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഈ ലാസ്റ്റ് 0 സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്. കാരണം എന്താണ്? അത് ഈ ഡെസിമലിന് ശേഷം വന്ന നമ്പേഴ്സിന് ശേഷം വരുന്ന 0 ആണ്. ഒബ്വിയസ്ലി അതും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈ കേസിൽ 1 2 3 4 5. ഓപ്ഷൻ 3. ക്ലിയർ. സോ നമുക്ക് തേർഡ് ഓപ്ഷൻ കിട്ടും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.